അവതരിപ്പിച്ച ഒരു മേളം അതിൻ്റെ ആദ്യ അവതരണത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മുറിയാടന്ത മേളത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം പറയാം. കേരളീയ വാദ്യവൃന്ദത്തിൽ സർവ്വസാധാരണ പ്രയോഗത്തിൽ കുറവുള്ള താളമാണ് മുറിയാടന്ത. തീയാട്ട്, തിടമ്പ് നൃത്തം, മുടിയേറ്റ് തുടങ്ങിയ കലകളിൽ മുറിയിടന്ത താളം പ്രയോഗിച്ചു വരുന്നു. കഥകളിയിൽ പ്രയോഗിക്കുന്ന മുറിയിടന്തയും അതിലെ മുറിയിടന്തകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പേരിൽ ഒന്നാണെങ്കിലും താളം പിടിക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. തിടമ്പ് നൃത്തമായിട്ട് നമ്മുടെ കഥകളിയിലെ മുറിയിടന്ത താളത്തിൽ. പിന്നെ മേളത്തിൽ അവസാന ഭാഗം, പഞ്ചാരി മേളത്തിൻ്റെ അവസാന ഭാഗത്തിൽ കൊട്ടുന്ന മേളക്കൂറ് കൊട്ടുക, രൂപകം കൊട്ടുക എന്ന ഒരു ഭാഷയിൽ പറയുന്ന ഈരണ്ടടി മാത്രമായിട്ട് പിടിക്കുന്ന താളമാണ് മുറിയിടന്ത. കഥകളി സമ്പ്രദായത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നമ്മുടെ 7 അക്ഷരമുള്ള അടന്ത എന്ന് പറയുന്ന മിശ്രജാതിയിലും 5 അക്ഷരമുള്ള ചെമ്പ എന്ന ഖണ്ഡജാതിയിലും 3 അക്ഷരമുള്ള പഞ്ചാരി അഥവാ രൂപകം എന്ന തിസ്ര താളത്തിലുമുള്ള ഈ 2 അടി മാത്രമായിട്ട് പിടിക്കുന്ന താളത്തിനെയാണ് കഥകളിയിൽ പദങ്ങൾക്ക് പാടുമ്പോൾ പിടിക്കുന്നത്. വട്ടമച്ചാരാസം തുടങ്ങിയ നൃത്തത്തിൽ പിടിക്കുമ്പോൾ 3-1 അക്ഷരത്തിൽ വരുന്ന താളമായിട്ട് പിടിക്കുന്നു. അടന്തയുടെ ഛായയിൽ ആദ്യത്തെ അടി 5 ആയി പിടിച്ചാൽ അതിന് 5 അടന്ത എന്നും, 4 അടന്ത, 3 ആയിട്ട് പിടിക്കുന്ന ആദ്യ അംഗവും രണ്ടാമത്തെ അംഗവും, അതായത് 3ഉം 1ഉം കൂടി ചേർത്ത് പിടിക്കുന്ന അതിന് മുറിയിടന്ത താളം ആക്കി കഥകളിയിൽ പ്രയോഗിക്കുന്നു. ഈ താളമാണ് മുറിയിടന്ത മേളത്തിലേക്ക് എനിക്കുള്ളായ പ്രചോദനം. 4 കാലങ്ങളിലായിട്ട് പഞ്ചാരി മേളത്തിൻ്റെയും പകുതി അടന്ത മേളത്തിൻ്റെയും രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവസാനത്തെ 2 അടിയായിട്ടുള്ള 3 ഗതിയിൽ തീറ് കലാശവും കൊട്ടി അവസാനിപ്പിക്കും. എല്ലാവരെയും അവതരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എന്നെ ഇതിനെ പ്രാപ്തനാക്കിയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഗുരുസ്ഥാനീയർ, ചെണ്ട ഡിപ്പാർട്ട്മെൻറ്റ്, കഥകളി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ എൻ്റെ മാതൃസ്ഥാപനമായ കലാമണ്ഡലം, ഇപ്പോൾ ജോലി ചെയ്യുന്ന RV ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ വിഭാഗക്കാരും എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ മേളം അവതരിപ്പിക്കാൻ തുടങ്ങുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി.